PC ലൈഫ് ടോക്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ LP ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇനി UP ഇൻ്റർവ്യൂക്കുള്ള ഒരു കാത്തിരിപ്പാണ്. ഒരുപാട് വൈകാതെ തന്നെ UP ഇൻ്റർവ്യൂ ഉണ്ടാവും. നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകളെല്ലാം തന്നെ LP ഇൻ്റർവ്യൂകളിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത് UPയിലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് വ്യത്യസ്ത ജില്ലകളിൽ നിന്നും പലരിൽ നിന്നും ലഭിച്ച ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് അവതരിപ്പിക്കുകയാണ് വീഡിയോസിലൂടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും സൈക്കോളജി, അതുപോലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ, ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ നമ്മൾ ഹാൻഡ് ബുക്കിൽ നിന്നും നമ്മുടെ TTC BEd ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും എല്ലാം ക്വസ്റ്റ്യൻസ് ഇൻ്റർവ്യൂ പാനൽ ചോദിച്ചതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് അതിൻ്റെ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഉത്തരം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധ. എന്താണ് ശ്രദ്ധ എന്ന് പറയുന്ന പ്രോജക്റ്റ്? ഇത് 3, 5, 8 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായിട്ടാണ് ശ്രദ്ധ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത്. ഇതൊരു പഠനാനുഭവ പദ്ധതിയാണ്. പഠന പ്രയാസം നേരിടുന്ന ഓരോ കുട്ടിക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേക പഠനാനുഭവങ്ങൾ നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണിത്. ഹെഡ് മാസ്റ്റർ, അധ്യാപകർ, PTA, രക്ഷിതാക്കൾ ഇവരുടെയൊക്കെ സഹകരണത്തോടെയാണ് ശ്രദ്ധ എന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഓരോ കുട്ടികളെയും തിരഞ്ഞെടുത്ത് പഠന പിന്നോക്കത്തിലുള്ള കുട്ടികളെ ഓരോ അധ്യാപകർക്കായിട്ട് ഏൽപ്പിച്ച് നൽകുകയാണ്. അവരുടെ സൗകര്യപ്രകാരം രാവിലെയോ വൈകിട്ടോ 1 മണിക്കൂറെങ്കിലും സമയം അവർക്കായിട്ട് നീക്കിവെക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി അവരെ മുന്നോട്ട് നയിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അങ്ങനെ ഒരു വിജയ ലക്ഷ്യത്തിലെത്തുകയുമാണ് ഈ ശ്രദ്ധ എന്ന പദ്ധതിയിലൂടെ ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു ഐഡിയ. ഇത് വളരെ ഇഫക്റ്റീവായിട്ട് ക്ലാസ്സുകളിൽ ചെയ്യാനായിട്ട് ഓരോ അധ്യാപകരും ശ്രമിക്കുന്നുണ്ട്. ഇതിന് ഓരോ വിദ്യാർത്ഥികളും ഓരോ വിഷയങ്ങളായിരിക്കും, വ്യത്യസ്ത വിഷയങ്ങളിലായിരിക്കും പഠന പിന്നോക്കാവസ്ഥയിലുള്ളത്. ചിലർ മലയാളമാണെങ്കിൽ മറ്റു ചിലർ മാത്സിലായിരിക്കും, മറ്റു ചില കുട്ടികൾ ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ അതിനെല്ലാം നമ്മൾ കണക്കാക്കി ഏത് തരത്തിലുള്ള ഒരു പഠന പ്രവർത്തനങ്ങളാണ് അവർക്ക് നൽകേണ്ടതെന്ന് ടീച്ചർക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ ആദ്യമായിട്ടുള്ളൊരു ചോദ്യം. ഇതിനെ തുടർന്ന് നമുക്ക് ഇതുമായി റിലേറ്റഡ് ചെയ്തിട്ടൊന്നുമല്ല, കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടനുബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കിവിടെ പറയാം. ഒന്നാമത്തേത് ഡോക്യുമെൻറ്റേഷൻ എന്താണെന്ന് ചോദിക്കുകയുണ്ടായി. ഒരു കുട്ടിയോട് ചോദിച്ചാണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നൊരു പ്രവർത്തനം എന്താണ്. അപ്പം അതിന് ഉത്തരമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പഠനം അല്ലെങ്കിൽ ഒരു ഗവേഷണം, ഇതിൻ്റെയൊക്കെ ഒരു രേഖപ്പെടുത്തലിനെയാണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പഠനത്തിൻ്റെ, ഒരു ഗവേഷണത്തിൻ്റെ, ഇതിൻ്റെയൊക്കെ ഒരു രേഖപ്പെടുത്തി വെക്കലാണ് ഡോക്യുമെൻറ്റേഷൻ. ഇത് എഴുതിയ രൂപത്തിൽ നമുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഫോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ രൂപത്തിലോ ഓഡിയോ, ഇത്തരത്തിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ നടത്താം. വിദ്യാലയങ്ങളിലാണെങ്കിൽ ടീച്ചേഴ്സ് ഡോക്യുമെൻറ്റേഷൻ റിട്ടേൺ ആയിട്ട് ചെയ്യാറുണ്ട്. എന്നാൽ ആക്ടിവിറ്റീസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്തിട്ടാണ് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യാറ്. പഠനരേഖകൾ, സർവേ റിപ്പോർട്ടുകൾ, ക്വാളിറ്റി അസസ്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റൊരു ചോദ്യം TLM, അതായത് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ. ഇതിനു വേണ്ടി ഒരു വീഡിയോ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുക, എന്തൊക്കെ ഒരു പദ്ധതിയാണ് ഇതിനു വേണ്ടിയിട്ട് ആവിഷ്കരിക്കുക എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നമ്മൾ LP ക്ലാസ്സിലും UP ക്ലാസ്സിലും ചെയ്യുന്ന പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ്. നമുക്ക് ആദ്യമായിട്ടൊരു തീം തിരഞ്ഞെടുക്കണം, പഠന വിഷയം, ലക്ഷ്യം, ഇതൊക്കെ നിശ്ചയിക്കണം. ആ തീമിനനുസരിച്ച് ഒരു സ്ക്രിപ്റ്റ് നമ്മൾ തയ്യാറാക്കണം. സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതിനനുസരിച്ചായിരിക്കണം വീഡിയോ നമ്മൾ ചെയ്യേണ്ടത്. ആ വീഡിയോ നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ല നമ്മൾ വീഡിയോ പിടിക്കുന്നതാണെങ്കിൽ അങ്ങനെ നമ്മൾ വീഡിയോ പിടിച്ചിട്ട് ആ തരത്തിലൊരു വീഡിയോ തയ്യാറാക്കുക.
അതുപോലെ തന്നെ ഇതിനോടൊപ്പം വിഷ്വൽ എലമെന്റ്സ് ചേർക്കണം. അതായത് ആനിമേഷനുകളോ, ഡയഗ്രാമുകൾ, ഗ്രാഫുകൾ ഇതൊക്കെ ഓരോ പാഠഭാഗം ഏത് പാഠഭാഗത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള വീഡിയോ വിഷ്വൽ എലമെന്റ്സ് ചേർക്കണം. ലാസ്റ്റായിട്ട് നമ്മൾ എഡിറ്റിംഗ് ചെയ്യണം. നമ്മൾ ചെയ്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കില്ല. എവിടെയെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ആവശ്യമുണ്ടാവും. തീർച്ചയായിട്ടും ലാസ്റ്റ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഒരു പെർഫെക്ഷനോടുകൂടിയ വീഡിയോ ലഭിക്കുന്നതിന് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ക്യാൻവ, ഇൻഷോട്ട്, കൈൻമാസ്റ്റർ ഇതൊക്കെ ഉപയോഗിച്ചാണ് സാധാരണ നമ്മൾ ക്ലാസ്സുകളിൽ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എഡിറ്റിംഗ് ചെയ്യാറുള്ളത്. ഇതൊക്കെയാണ് നമ്മളൊരു വീഡിയോ തയ്യാറാക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മറ്റൊന്നാണ് CBSE സ്റ്റേറ്റ് സിലബസ്. ഇതിൻ്റെ വ്യത്യാസങ്ങൾ ചോദിച്ചിട്ടുണ്ട്. CBSE എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഇത് കേന്ദ്ര സർക്കാരാണ് നിയന്ത്രിക്കുന്നത്. ദേശീയ തലത്തിലുള്ള പഠന രീതിയാണ്. പാഠഭാഗങ്ങൾ പൊതു ശൈലിയിലാണുള്ളത്. NCERT പാഠപുസ്തകങ്ങളാണ് നമ്മൾ CBSEയിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ സ്റ്റേറ്റ് സിലബസ് എന്ന് പറയുന്ന ഓരോ സംസ്ഥാന സർക്കാരുകളും വ്യത്യസ്തമായിട്ടുള്ളതാണ്. നമ്മൾ CBSEനെ പറ്റി ഓൾറെഡി പറഞ്ഞു. ഒന്നുകൂടി അതൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണം, അതുപോലെ NCERT പാഠപുസ്തകങ്ങൾ, ദേശീയ തലത്തിലുള്ള പഠന രീതിയാണ്. അതായത് എൻട്രൻസ് എക്സാം, അതുപോലെ നീറ്റ് ഇതിനൊക്കെ കുറച്ചുകൂടി നല്ലത് CBSE ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് ആണെന്ന് പറയപ്പെടുന്നു. CBSE ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അത് നിർമ്മിച്ചിട്ടുള്ളത് കേന്ദ്ര ജീവനക്കാർക്ക് വേണ്ടിയിട്ടാണ്. അവർ പല സ്ഥലങ്ങളിൽ മാറിപ്പോകുമ്പോൾ അവരുടെ കുട്ടികൾക്ക് ഒരേ സിലബസ് എല്ലാ സംസ്ഥാനങ്ങളിലും ലഭ്യമാകാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഒരു CBSE എന്ന് പറയുന്നൊരു സിലബസ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റ് സിലബസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ സംസ്ഥാന സർക്കാരും അവരുടെ സ്റ്റേറ്റിനനുസരിച്ച് തയ്യാറാക്കിയത്, അതായത് ആ സ്റ്റേറ്റിൻ്റെ പ്രത്യേകതകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആയിരിക്കും സ്റ്റേറ്റ് സിലബസ് എന്ന് പറയുന്നത്. പ്രാദേശിക ഭാഷ, അതുപോലെ പ്രാദേശിക ചരിത്രം ഇതിലായിരിക്കും കൂടുതൽ അതിൽ ശ്രദ്ധ നൽകിയിട്ടുണ്ടാവുക. പാഠ്യപദ്ധതി ഒരിക്കലും എൻട്രൻസ് എക്സാമുകൾക്കൊന്നും ബേസ് ചെയ്തിട്ടുള്ള ഒരു പാഠ്യപദ്ധതി ആയിരിക്കില്ല. SCERT ആയിരിക്കും സ്റ്റേറ്റ് സിലബസിൻ്റെ സിലബസ് തയ്യാറാക്കുന്നത്. SCERTയുടെ ഫുൾ ഫോം എന്താണ്? സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അവരുടെ പാഠപുസ്തകങ്ങളാണ് നമ്മൾ സ്റ്റേറ്റ് സിലബസിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഒരു കേരളത്തിലെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ കേരളത്തെ പറ്റി പഠിക്കുമ്പോൾ കേരളത്തിൽ നമ്മൾ പഠിക്കുന്ന കുട്ടികളാണ് മാറിപ്പോകാനൊന്നും ചാൻസ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേറ്റ് സിലബസാണ് കുട്ടികൾക്ക് കുറച്ചുകൂടി മെച്ചം. അവർക്ക് കുറച്ചുകൂടി അറിഞ്ഞ് പഠിക്കാൻ കഴിയുന്നത് സ്റ്റേറ്റ് സിലബസ് ആയിരിക്കും. CBSE എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലം മാറ്റങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി എല്ലായിടത്തും ഒരേ സിലബസ് ലഭ്യമാകാൻ വേണ്ടിയിട്ടാണ് ഈ CBSE എന്ന് പറയുന്നൊരു സിലബസ് തന്നെ തയ്യാറാക്കിയിട്ടുള്ളത്. മറ്റൊരു ചോദ്യം കായലുകളെ സംബന്ധിച്ചായിരുന്നു. കായലുകളിൽ പ്രധാനമായിട്ട് ഈ ഒരു കാൻഡിഡേറ്റിനോട് ചോദിച്ചത് വേമ്പനാട്ട് കായലിനെ പറ്റിയിട്ടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. എന്താണ് വേമ്പനാട്ട് കായലിൻ്റെ പ്രത്യേകത എന്നാണ് ചോദിച്ചത്. വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ എന്നീ ജില്ലകൾക്കിടയിലാണ് വ്യാപിച്ച് കിടക്കുന്നത്. ഇതിൽ കൂടുതൽ കുട്ടനാട് പ്രദേശം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇത്രയൊക്കെയാണ് വേമ്പനാട്ട് കായലിനെ പറ്റിയിട്ട് പ്രധാനമായിട്ട് ആ കുട്ടി പറഞ്ഞതും. അത്രയൊക്കെ ചോദിച്ചുള്ളൂ എന്നും ആ ഒരു കാൻഡിഡേറ്റ് നമ്മളോട് പറയുണ്ടായി. തുടർന്ന് ചോദിച്ചൊരു ചോദ്യം സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ലേണിംഗ് തിയറീസിനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. എന്താണ് ലേണിംഗ് തിയറീസ് എന്ന് ചോദിക്കുകയുണ്ടായി. പഠനവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത സൈക്കോളജിക്കലായിട്ടുള്ള സമീപനങ്ങളെ പറ്റി പറയുന്ന ഒരു ശാഖയാണ് ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ബിഹേവിയറിസം പഠിക്കാനുണ്ട്, കോഗ്നിറ്റീവിസം, കൺസ്ട്രക്റ്റിവിസം, ഇതൊക്കെ ലേണിംഗ് തിയറീസ് ആണ്. ഇത് കുട്ടികളെ എങ്ങനെ അറിവ് ആകിരണം ചെയ്യുന്നു, അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ അറിവ് നേടുന്നു, ആ കുട്ടികളുടെ മെമ്മറി എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന രീതിയാണ് ഈ ലേണിംഗ് തിയറീസ് എന്ന് പറയുന്നത്. കുട്ടികളുടെ പഠനം എങ്ങനെയായിരിക്കും അതിനെപ്പറ്റി അറിയാനാണ് ഈ ലേണിംഗ് തിയറീസ് ഉള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഓരോ
അവർ ചോദിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ഈ ബിഹേവിയറിസം എന്താണ്, കോഗ്നിറ്റീവിസം, കൺസ്ട്രക്റ്റിവിസം, അതിൻ്റെ വക്താക്കൾ ആരാണ് എന്ന് മാത്രം പറയുക. അല്ലെങ്കിൽ ലേണിംഗ് തിയറീസ് എന്താണെന്നുള്ളത് ഈ ഒരു ഐഡിയ മാത്രം അവിടെ നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ അവതരിപ്പിച്ചാൽ മതി. പ്രൈമറി ക്ലാസ്സുകളിൽ മാത്സ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അതിൻ്റെ കണ്ടൻറ്റ്, അതായത് എത്ര വരെയുള്ളൊരു എന്ത് വരെയാണ് അവർ പഠിക്കുന്നത്, അതായത് ഏതൊക്കെ ആശയങ്ങളാണ് കുട്ടികൾ പ്രൈമറി ക്ലാസ്സുകളിൽ നേടുന്നത് എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ 2-3 വട്ടം ഈ ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4 രീതികൾ, അതായത് വ്യവകലനം, ഗുണനം, ഹരണം, അതുപോലെ തന്നെ സങ്കലനം. ഈ 4 രീതികളും കുട്ടികൾ 4ാം ക്ലാസ് കഴിയുന്നതോടെ നേടുന്നു. അതുപോലെ എത്ര വരെയാണ് ആ കുട്ടികൾ പഠിക്കുന്ന സംഖ്യകൾ എന്നുള്ളതും അതിനോടനുബന്ധിച്ച് ചോദിച്ച ചോദ്യമാണ്. ഇവിടെ നമുക്ക് പറയാനുള്ളത് ഓൾറെഡി നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. വളരെ വിശദമായിട്ട് ഓരോ ക്ലാസ്സിലും എത്ര വീതം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് പറയാനുള്ളത് 5, 6, 7 ക്ലാസ്സുകളിൽ ഇവരേതൊക്കെ ആശയങ്ങളാണ് പഠിക്കുന്നത്, അത് എത്ര തലം വരെ അവർ നേടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ പാനൽ ചോദിക്കുന്നത് ഈ ഒരു ആശയം, അവർ ചോദിക്കുന്ന ആശയം ചിലപ്പോൾ ഭിന്നസംഖ്യകൾ, അതിലെ ഏതെങ്കിലും ഉള്ളിൽ കയറി ചോദിക്കുകയാണ് ഈ ഒരു ആശയം ഭിന്നസംഖ്യയിലെ ഈ ഒരു ആശയം അവർ നേടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻ്റർവ്യൂവിനിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം 7ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കുട്ടി ആ ഒരു ഐഡിയ നേടുന്നുണ്ടോ, അല്ലെങ്കിൽ പഠനത്തിൽ ക്ലാസ് പാഠപുസ്തകത്തിൽ ആ ഒരു ആശയത്തെ പറ്റി പറയുന്നുണ്ടോ എന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് 7 വരെയുള്ള ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ തറവായിട്ട് അറിയണം. അത് അതിൻ്റെ കണ്ടന്റ് അറിയുക എന്നല്ല, അതിലെന്തെല്ലാം പറയുന്നുണ്ട്, അതിലെന്തെല്ലാം തീംസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം ആശയങ്ങൾ പറയുന്നുണ്ട്, ഇതൊക്കെയാണ് അവരറിയേണ്ടത്. ഇപ്പം 4ാം ക്ലാസ്സിലാണെങ്കിൽ ഗണന രീതികൾ, കൂട്ടൽ, കുറയ്ക്കൽ, ഗുണനം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. സമയം, അളവുകൾ, ഗണിത ചിഹ്നങ്ങൾ, ഇതൊക്കെ അറിയുന്നുണ്ട്. ഇതേപോലെ 5, 6, 7 കൂടി നമ്മൾ ഒന്ന് പഠിച്ചു വെക്കണം. തുടർന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, നമുക്ക് പാട്ട് പാടിയും ഡാൻസ് കളിച്ചൊക്കെ മാത്സ് പഠിപ്പിക്കാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും ഗണിത ചിന്തകൾ റൈംസിലൂടെ പഠിപ്പിക്കാൻ പറ്റും. വർണ്ണങ്ങൾ, ആകൃതികൾ, അക്ഷരങ്ങൾ, ഇതൊക്കെ നൃത്തത്തിലൂടെ അവതരിപ്പിക്കാം. ഇതിന് ടീച്ചർക്ക് ആവശ്യമായിട്ടുള്ള അവർ എക്സാമ്പിൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ഇത്തരം ഒരു ചോദ്യം വരികയാണെങ്കിൽ പ്രതീക്ഷിക്കുക. ഇത്തരത്തിലൊരു ചോദ്യം വരികയാണെങ്കിൽ അതിന് ആപ്റ്റായിട്ട് എന്ത് ഉത്തരം പറയണമെന്ന് നിങ്ങളുടേതായ രീതിയിൽ കൂടി ചിന്തിച്ചു വയ്ക്കുക. കാരണം ഗണിത ഗാനങ്ങൾ, അതുപോലെ ആകൃതികളൊക്കെ, പ്രത്യേകിച്ച് വ്യത്യസ്തമായ ആകൃതിയിലുള്ള വസ്ത്രങ്ങൾ, അതായത് രൂപങ്ങളുടെ വൃത്തം, ചതുരം, ത്രികോണം, ഇതൊക്കെ വെച്ചിട്ട് ഡ്രസ്സ് നമുക്ക് ഉണ്ടാക്കാം. ആ ഡ്രസ്സ് വെച്ചിട്ട് നൃത്തം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. ഇതൊക്കെ ആകൃതികൾ എന്നുള്ളൊരു ആശയം കുട്ടികളിൽ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. മറ്റൊന്ന് ബാല, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യം, എത്ര വട്ടം ചോദിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ്, അതായത് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഏത് ഭാഗവും പഠനത്തിനായിട്ട് ഉപയോഗിക്കുക. അതായത് മതിലിൽ ചിത്രങ്ങൾ വരച്ചോ, അങ്ങനെ ഏത് തരത്തിലും ബിൽഡിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു പഠനോപകരണമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ബാല എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ന്യൂട്ടനെ പറ്റിയിട്ടുള്ള ഒരു കഥ കുട്ടികളെ അവതരിപ്പിക്കാൻ പറയുകയാണെങ്കിൽ, കുട്ടികളോട് അവതരിപ്പിക്കാൻ പറയുകയാണെങ്കിൽ ഏത് കഥയാണ് ആദ്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക എന്ന് ചോദിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നമ്മൾ ഐസക് ന്യൂട്ടനെ പറ്റി കേൾക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തം, അതുമായി ബന്ധപ്പെട്ട ആപ്പിൾ മരത്തിലെ ആപ്പിള് തലയിൽ വീഴുന്ന ഒരു കഥയാണ് ഓർമ്മ വരിക. നിങ്ങൾക്ക് ഇതിനേക്കാൾ രസകരമായ ഏതെങ്കിലും കഥകൾ ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വയ്ക്കുക. ആ ഒരു സമയത്ത് പുതിയൊരു കഥ അവതരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്കൊരു ബെനിഫിഷ്യലാണ്. ഐസക് ന്യൂട്ടൻ എന്ന് പറയുന്നത് പ്രശസ്തനായ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഗുരുത്വാകർഷണ സിദ്ധാന്തം അഥവാ ഗ്രാവിറ്റേഷണൽ തിയറി ഉൾപ്പെടെ നിരവധി ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1643 മുതൽ 1727 വരെയാണ്. തുടർന്ന് ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ
ഇപ്പോൾ കഥ പറഞ്ഞത് തീർച്ചയായിട്ടും ആപ്പിളിൻ്റെ ആയതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റിയിട്ടാണ് തുടർന്ന് ചോദിച്ചത്. ഇതൊരു ഭൗതിക നിയമമാണ്. ഏതാനും വസ്തുക്കളെ ഭൂമി ആകർഷിക്കുന്ന ആ ഒരു പവറിനെ പറ്റിയിട്ടാണ് ഇവിടെ ഗുരുത്വാകർഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം തൻ്റെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥത്തിൽ ഇതിൻ്റെ നിയമങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുകയുണ്ടായി. ഭൂമിയിൽ എല്ലായിടത്തും വസ്തുക്കൾ താഴേക്ക് വീഴുന്നതും ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റി പറക്കുന്നതും എല്ലാം ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഫലമായിട്ടാണ് എന്ന് പ്രസ്താവിച്ചത് ഇദ്ദേഹമാണ്. മറ്റൊരു ചോദ്യം, തുരുത്ത് എന്താണെന്നായിരുന്നു. എന്താണ് തുരുത്ത്, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. എന്താണ് തുരുത്ത്? തുരുത്ത് എന്ന് പറയുന്നത് ഒരു ചെറിയ ഐസ്ലാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഒരു ചെറിയ കരഭാഗം, അതിന് ചുറ്റും വെള്ളമായിരിക്കും. ഭൂഖണ്ഡത്തോട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരു സ്വതന്ത്രമായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണിത്. ഇത് പ്രകൃതിദത്തായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മനുഷ്യന്മാർ നിർമ്മിക്കുന്ന രീതിയിലുണ്ടാവാം എന്നിങ്ങനെ നമുക്ക് ഉത്തരം നൽകാം. ഇതിനെപ്പറ്റി തന്നെ ചോദിച്ചപ്പോൾ ഇതിനെ തുടർന്ന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ദ്വീപുകളെ കുറിച്ച്. ദ്വീപുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജലാശയത്തിൽ ഏകദേശം മുഴുവൻ ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ട ഒരു ഭൂവിഭാഗമാണ് ദ്വീപുകൾ. ഉദാഹരണമായിട്ട് ശ്രീലങ്ക, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നിവ പറയാം. ദ്വീപും ഉപദ്വീപും തമ്മിലുള്ള വ്യത്യാസവും ഇതിനെ തുടർന്ന് ചോദിച്ചിരുന്നു. ദ്വീപ് എന്ന് പറയുന്നത് പൂർണ്ണമായും വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു ഭാഗമാണ്. ഉദാഹരണം നമ്മൾ പറഞ്ഞു ശ്രീലങ്ക, ആൻഡമാൻ. ഉപദ്വീപ് എന്ന് പറയുമ്പോൾ അത് 3 വശങ്ങളാണ് വെള്ളം ചുറ്റി കാണുക. ഒരു ഭാഗം കരഭാഗത്തോട് ബന്ധിപ്പിച്ചിരിക്കും, മറ്റു 3 ഭാഗങ്ങളും വെള്ളത്താൽ ചുറ്റിപ്പറ്റി കിടക്കും. ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും താഴെയുള്ള തെക്ക് ഭാഗത്തുള്ള ഭാഗം. അതായത് അതിൻ്റെ 3 വശവും വെള്ളത്താൽ ചുറ്റിപ്പറ്റിയും ഒരു ഭാഗം കരയുമായി ബന്ധിപ്പിച്ചും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ഭൂപ്രകൃതി ഏതു വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് തുടർന്ന് ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. ഇതാണ് കണക്ട് ചെയ്ത് ചോദ്യങ്ങൾ വരിക എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് തുരുത്ത് എന്നുള്ളൊരു ആശയത്തുമ്പ തുടങ്ങിയതാണ്. തുടർന്ന് തുരുത്ത്, അതിനെ തുടർന്ന് ദ്വീപും ഉപദ്വീപും തമ്മിലുള്ള വ്യത്യാസം, തുടർന്ന് ഇന്ത്യ എന്നുള്ളൊരു നമ്മൾ അവസാനം ഇന്ത്യയിലെത്തിയല്ലോ. നമ്മൾ ഉപദ്വീപിന് ഉദാഹരണമായിട്ട് ഇന്ത്യ പറഞ്ഞു. അപ്പോൾ ഇന്ത്യ ഇത് ഭൂപ്രകൃതി വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പർവ്വതങ്ങൾ, മലനിരകൾ, താഴ്വരകൾ, സമതലങ്ങൾ, മരുഭൂമികൾ, ദ്വീപുകൾ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉൾക്കൊണ്ട ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന ദ്വീപുകളെ പറ്റിയും തുടർന്ന് ചോദിച്ചു. ലക്ഷദ്വീപാണ് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്. തുടർന്ന് തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഏത് കടലിലാണുള്ളത് എന്നാണ് തുടർന്ന് ചോദിച്ചത്. ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഉള്ളത്. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് അറബിക്കടലിലാണ്. അത് ചോദിച്ചില്ല കേട്ടോ. ചോദിച്ചത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഏത് കടലിലാണെന്നാണ്. അത് ബംഗാൾ ഉൾക്കടലാണ്. ലക്ഷദ്വീപ് അറബിക്കടലാണ്. ശ്രീലങ്ക എന്ന് പറയുന്നത് ഒരു യഥാർത്ഥത്തിൽ ഒരു രാജ്യമാണ്, എന്നാൽ ഇന്ത്യക്ക് സമീപമുള്ള ഒരു വലിയ ദ്വീപും കൂടിയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യയുടെ ഏതു വശത്തായിട്ടാണ് വരിക? ഇന്ത്യയുടെ കിഴക്ക് വശത്തായിട്ടാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കാണുന്നത്. ലക്ഷദ്വീപ് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അത് അറബിക്കടലിലാണ്. ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയാണ് കണക്ട് ചെയ്ത് ഒരു ഇൻ്റർവ്യൂ പാനൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. കാരണം തുരുത്ത് എന്നുള്ളൊരു ആശയമാണ് ആ കുട്ടിയോട് ചോദിച്ചത്. ആ ഒരു കാൻഡിഡേറ്റ് തുരുത്ത് എന്നതിൽ തുടങ്ങി ഇന്ത്യയുടെ ഭൂപ്രകൃതി, ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദ്വീപുകൾ, ദ്വീപിൻ്റെ പ്രത്യേകത, ഉപദ്വീപിൻ്റെ പ്രത്യേകത, ഇങ്ങനെ ആ കുട്ടിയെ എവിടം വരെ എത്തിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഉത്തരം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചായിരിക്കണം പറയേണ്ടത്. നമുക്ക് ആ ഉത്തരത്തെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ നോളജെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും ചോദ്യങ്ങൾ മാത്രമാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനി ലഭിച്ചിട്ടുണ്ട്. തുടർന്നുള്ള വീഡിയോസിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ പ്ലീസ്
കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി വേണ്ടത് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം. ഞാൻ എന്നാൽ കഴിയുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണെങ്കിൽ ഞാൻ